ഗൈസ്, ട്രാവൽ ജിന്നിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ വീണ്ടും ഒരു അൺബോക്സിംഗ് ആണ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഏതാ വണ്ടി? ഡോഡ്ജ് അല്ലേ? ഡോഡ്ജിൻ്റെ സെയിം കോപ്പി RC ആണ്. ഓക്കെ, നമുക്ക് ഇത് 14+ ആണ് ഏജ്. 14 വയസ്സിൻ്റെ മേലൊക്കെയാണ്. അതിൻ്റെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല, അത്രയും ഫാസ്റ്റും ദമ്മും ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇതിൽ വന്നിട്ടുള്ളത് 1/16 സ്കെയില് ആണ് നമ്മളെ വണ്ടി വരുന്നത്. പിന്നെ ഷോക്ക് അബ്സർ, റഡർ മെഷീനോ അങ്ങനെന്തോ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൽ കാർബൺ ബ്രഷാണ് നമുക്ക് മോട്ടർ വരുന്നത്. ഓക്കെ, 4 വീൽ ഡ്രൈവ് ആണ്. നമുക്ക് 360 ഡ്രിഫ്റ്റ് ഒക്കെ ഉണ്ട് വണ്ടി. ഓക്കെ, നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ വൈസ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഓപ്പൺ ആണ്. ഓക്കെ, നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്നത് യൂസർ മാനുവലാണ്. യൂസർ മാനുവലിൽ നമ്മൾ റിമോട്ടിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ നമ്മൾ പാർട്സിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനെ വണ്ടീൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. നമുക്ക് പാർട്സിന് ഇതിലുണ്ട്, നമുക്ക് എന്തൊക്കെയാണ് കിട്ടാത്തത് അതിൻ്റെ നമുക്ക് കോഡ് അടിച്ചിക്കാണ്ട് ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നമ്മളെ വണ്ടി പുറത്ത് കളയും. എടാ മോനെ, നോക്കിയേ ഏതാ വണ്ടി അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി വരുന്നത്. വണ്ടി നമുക്ക് ഇവിടെ വെക്കാം. ഓക്കെ, ഇനി നമുക്ക് വേറെ എന്താ ഉള്ളത് നോക്കാം. ഇതിലൊന്നുമില്ല, കാലിയാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇത് നമ്മളെ മറ്റേ സെയിം റിമോട്ടാണ് വരുന്നത്. മറ്റേലുള്ള സെയിം റിമോട്ടാണ്. ഓക്കെ, വേറെന്താ? അതിൽ നമുക്ക് വേറെ എക്സ്ട്രാ ടയറുണ്ട്. ഇത് നമുക്ക് ടൈൽസിൽ റോട്ടുമൊക്കെ ഡ്രിഫ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അതിൽ മിററൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇതിൻ്റെ മിററൊക്കെ സെറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ ഗേസ്, നമുക്ക് നമ്മളെ മിറർ ഇതാണ് നമ്മൾ മിറർ വരുന്നത്. മിററിനുള്ള സ്പേസ് നമുക്ക് ഉണ്ട്. അപ്പോൾ ഇത് കൊടുക്കണമെങ്കിൽ നമുക്ക് ബോഡി അയക്കണം. നമുക്ക് എന്തായാലും ബാറ്ററി ഇടും വേണം. അപ്പോൾ നമ്മൾ ബോഡിൻ്റെ പിന്ന് ഊരിയിട്ട് ഓടി പോട്ടെ. അയ്യോ, ഇതാണ് നമുക്ക് നമ്മളെ വണ്ടിൻ്റെ ചേസ് വരുന്നത്. ഓക്കെ, ഈ ചേസിൽ നമുക്ക് മിറർ ഏത് സൈഡിലാണ് മിറർ ഇങ്ങനെ വരും അല്ലേ? യെസ്, അത്രേ ഉള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റും കേസ് അല്ലേ? നോക്കട്ടെ, അങ്ങനെ തന്നെ. അതെ, നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഊരി പോരുന്നുണ്ടല്ലോ. അത്ര തന്നെ ഉള്ളൂ. ജസ്റ്റ് അതിനുള്ളിൽ വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്യാനുള്ളൂ. കണ്ണട വലിയ കണ്ണടയാണല്ലോ, വലിയ മിററാണ് ഗേസ്. നമുക്ക് ഈസി എടുത്ത് ഇട്ട് കൊടുക്കാം. മിറർ വെച്ചാലും ഇല്ലെങ്കിലും ലുക്കിലും വലിയ ഡിഫറൻസ് ഒന്നും കാണില്ല. അപ്പം നമുക്ക് ബാറ്ററി ഇടാം. ബാറ്ററി ഇടാം. ഇതിൽ നമുക്ക് വരുന്നത് 7.4 വോൾട്ടിൻ്റെ ബാറ്ററിന് 1500 mAh. ഓക്കെ, നമുക്ക് വെച്ചിട്ട് ബാറ്ററിൻ്റെ പിന്നെ കൊടുക്കുന്നു. അത് ബാറ്ററി പോകാൻ മടി തന്നെ. എന്തോ ഒരു പ്രശ്നം പറ്റിയാണല്ലോ, പോവാത്തെന്താ വരുന്നത്. റെഡിയായി ഗൈസ്, നമ്മൾ കണക്ഷൻ കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ 2 പിന്നായിട്ട് ഇങ്ങനെ കണക്ഷൻ വരുന്നത്. ഓക്കെ, നമുക്ക് ഈ ലൈറ്റ് ഒന്നും കാണാത്ത ടൈപ്പിൽ വേറെ ഉള്ളിലാക്കിയിട്ട് പോണം. മിററിൻ്റെ സുനാപ്പിയൊക്കെ പോരുന്നുണ്ട് കേസ്. അത് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്. ഇത് മിക്കവാറും നമ്മളെ റേസിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും മിറർ ഉണ്ടാവും തോന്നുന്നില്ല ഗൈസ്.
അപ്പോൾ ആരും പരാതി പറയണ്ട. വണ്ടിക്ക് മിറർ ഇല്ല എന്നാണ് വിചാരിച്ചാൽ മതി ഗൈസ്. ഓറ്റ എങ്ങയോ വയറൊക്കെ സെറ്റാണ്. കുടുങ്ങാനൊരു മടിയുണ്ട് നമുക്ക് ഇടക്ക്. ഫ്രണ്ട് കുടുങ്ങി. ഓ വേണ്ട അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ ഡോഡ്ജ് ചലഞ്ചർ, അതിൻ്റെ സെയിം കോപ്പി. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ലൈറ്റുകളൊക്കെ ഒന്ന് കണ്ടുനോക്കാം. ഇനി നമുക്ക് വരുന്ന ലൈറ്റ് ഹെഡ് ഇത് ഇവിടെ ഒരു LED റെഡും ബ്ലൂവും DRL. നമുക്ക് മറ്റേതിൻ്റെ പോലെ തന്നെ ഇതിന്മേൽ നമുക്ക് 3 സ്വിച്ച് മാറ്റാനുള്ളതുണ്ട്. പിന്നെ ലോ ഹൈ മീഡിയം ഹൈ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ലൈറ്റുകളും നോക്കി നോക്കാം. നമ്മൾ ഫസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എത്തുന്നത് ഇങ്ങനെ ആവും. ഉണ്ടാകുമ്പോൾ നമുക്ക് ആ റെഡ് ലൈറ്റ് മാത്രമാവും. പിന്നെ ഒന്നുകൂടെ നോക്കി കഴിഞ്ഞാൽ വൈറ്റ് ലൈറ്റ് മാത്രമായി. ഒന്നുകൂടെ നോക്കി കഴിഞ്ഞാൽ റെഡ് നമുക്ക് ബ്ലിങ്ക് ചെയ്യുന്ന ടൈപ്പ്, ബ്ലിങ്ക് നമുക്ക് ഇങ്ങനെ മിന്നി പറയുന്ന ടൈപ്പ്. പിന്നെ നമുക്ക് ഇങ്ങനെ വരും. പിന്നെ ഇതിന് വേറൊരു ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് ഒരു സൈഡ് ഇങ്ങനെ ഒടിച്ചു കഴിഞ്ഞാൽ ഈ സൈഡത്തെ ഇൻഡിക്കേറ്റർ കത്തും. അതേപോലെ നമ്മൾ അപ്പുറത്തെ സൈഡ് കിട്ടി കഴിഞ്ഞാൽ അത് കത്തും. പിന്നെ മാത്രമല്ല നമുക്ക് ഇതിൻ്റെ ബാക്കിലെ ലൈറ്റും കത്തും. നിങ്ങൾക്ക് കാണുന്നില്ല, ബാക്കിലെ ലൈറ്റും കത്തുന്നുണ്ട്. അപ്പോൾ അത് കാണുക. നമുക്ക് രാത്രി ഇരുട്ടത്ത് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് ഓടിച്ചു നോക്കാം. നമുക്കിപ്പോൾ ഇതിൽ ഇട്ടിട്ടുള്ളത് റബ്ബറിൻ്റെ ടയറാണ്. നമുക്ക് റബ്ബറിൻ്റെ ടയർ വെച്ച് എങ്ങനെയുണ്ട് നോക്കി നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലോ സ്പീഡിലാണുള്ളത്. നമുക്ക് ഇത് ഓഫ് റോഡ് ടയർ അല്ലാത്തതുകൊണ്ട് പുല്ലിന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുറത്ത് തന്നെ വെക്കാം. ഇനി നമുക്ക് ഹൈ സ്പീഡിലേക്ക് ഒന്ന് ഇട്ട് നോക്കാം. ഓക്കെ, ഓ ഗോഡ്, ഇത് നമുക്ക് ഇവിടെ ഓടിക്കാൻ പറ്റില്ല. നമുക്ക് റോട്ടിൽ പോയേക്കാം. റോട്ടിൽ പോകുന്നതാണ് നല്ലത്. ഓക്കെ, നമുക്ക് റോട്ടിൽ പോലെ ആ, കാരണം നമുക്ക് ഇത് ഓഫ് റോഡ് വണ്ടിയല്ല, ഓൺ റോഡ് വണ്ടിയാണ്. അതെ, വണ്ടി 4x4 ആണ്. ബട്ട് നമുക്ക് എന്താ പറയുക, ഇവിടെ അതിനുള്ളൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്തതുകൊണ്ട് നടക്കണില്ല. നമ്മൾ റോഡ് മേൽ കയറ്റിയാണ്. അപ്പുറത്ത് കൂടെ റോട്ടുമേൽ കയറിയിട്ട് നമ്മളെ വണ്ടി. ഓക്കെ, അപ്പോഴത്തേന് അവിടുന്ന് വണ്ടികൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും പുറത്തേക്ക് തന്നെ ഇറക്കി. അല്ലേ, നമുക്ക് ഇൻഡിക്കേറ്റർ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ 360. ഇത് നമുക്ക് 360 കാണാം. നമ്മൾ ലോലാണ് പെട്ടിട്ടുള്ളത്. നമ്മൾ ഹൈയിലിടാണ്. ഓക്കെ, ആ വണ്ടി ഒന്ന് പോട്ടെ.
ഈടാക്കിടും. വീഡിയോ മേൻ ഓണാവണ്ടേ? അപ്പോൾ കേസ് ഇതാണിപ്പോൾ നിങ്ങൾ കണ്ട വണ്ടി. ഇതും ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. നല്ല റോഡ് പ്രസൻസ് നല്ലോണമുള്ള വണ്ടിയാണ്. ഓഫ് റോഡിന് പറ്റില്ല അല്ലേ? ഓഫ് റോഡിന് പറ്റില്ല, നമുക്ക് ഓൺ റോഡിന് പറ്റിയ നല്ല അടിപൊളി വണ്ടിയാണ്. നമുക്ക് അതിൻ്റെ വീലൊന്ന് മാറ്റിയിട്ട് ചെക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യും. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.